വേഗം വിടെ. ഇവളുടെ ദേഹത്തെങ്ങാനും കൈവച്ച ആ ജീവൻ ഞാൻ എടുക്കും.
ജെയിംസ്, അവളുടെ പേര് അമ്മു എന്നാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എന്റെ അച്ഛനും അമ്മയും അല്ലാതെ എന്നെ ചെറിയെന്ന് വിളിക്കുന്നത് അമ്മ മാത്രം. ഇതെനിക്ക് അവള് തന്നതാ. അതെ, അങ്ങനെയാണെങ്കിൽ നീ സൂര്യനാരായണന്റെ മോനാണോ? ഒരു മിനിറ്റ് നിൽക്കാൻ. ഹലോ അച്ഛാ, അച്ഛാ, രാജു വേറെ ആരുമല്ല, സൂര്യനാരായണ സാറിന്റെ മോനാ. ഇപ്പൊ എന്റെ ജീവൻ രക്ഷയ്ക്ക് നല്ല പ്രധാനം. ഒരു സത്യം മനസ്സിലാക്കാന്നുള്ളതാ ഇതുവരെ നീ മനസ്സിലാക്കാതിരുന്നൊരു സത്യം. ആ ദിവസം ഓരോരുത്തർക്കും പട്ടയം കൊടുക്കാൻ തുടങ്ങിയപ്പോ നടന്നത് അപകടമല്ലായിരുന്നു, മനഃപൂർവ്വം അത് സൃഷ്ടിച്ചതായിരുന്നു. രാജമംഗലം നിന്റെ അച്ഛന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു കോടീശ്വരനായ രഘുപതി. അവരിരുവരും തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രതിഫലമായി രഘുപതിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 300 ഏക്കർ കൃഷിസ്ഥലം അവിടുത്തെ കൃഷിക്കാർക്ക് പാട്ടത്തിന് കൊടുത്തു. ബിസിനസ് ആവശ്യങ്ങൾക്കായി രഘുപതി ലണ്ടനിൽ പോയി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ അളിയൻ ബെല്ലാരിക്ക് ഒരു സത്യം മനസ്സിലായി. സർ, നിങ്ങളുടെ ഡൗട്ട് വളരെ കറക്റ്റാണ്. ഈ മണ്ണ് ഈ ഏരിയയിലെയാണ്, ഇതിൽ അയണോറില്ല. ഈ മണ്ണ് ഈ 1000 ഏക്കറിലേതാണ്, ഇതിൽ അയണോറുണ്ട്. ഇത് വിറ്റ് കിട്ടിയാൽ വീട്ടിലെ ബാത്റൂം വരെ സ്വർണം കൊണ്ട് പണിയാം. ഇനി എന്താ വേണ്ടത്? നിന്നെ ജനങ്ങൾക്കാർക്കും ഒരു സംശയവും വരാത്ത തരത്തിൽ മുകളിൽ പവർ പ്രോജക്റ്റും അടിയിൽ നമ്മുടെ പ്രോജക്റ്റും രണ്ടും കൂടി ഒരുമിച്ച് നമുക്കങ്ങ് നടത്താം. നിങ്ങൾ നന്നായി ആലോചിക്കുക. നമ്മുടെ ഈ പ്രോജക്റ്റ് ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ നാട് സ്വർഗമാകും. സ്വർഗം. ഫാക്ടറിയുടെ പണി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്കൊക്കെ അവിടെ ജോലി കിട്ടും. ഏയ് എടാ രാജപ്പ, ചന്ദ്ര, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഫാക്ടറി വരുന്ന നല്ല കാര്യമാണെന്ന്. അതൊക്കെ ആ ബെല്ലാരി പറയുന്ന കാര്യങ്ങളല്ലേ. ആ ഭൂമിയിൽ ഇരുമ്പയിരിന്റെ അംശം ഉണ്ടെന്ന് മനസ്സിലാക്കി അവര് മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്യുക. ഇരുമ്പ് കുടിച്ചെടുത്താൽ ഞങ്ങൾക്കെന്ത്, സ്വർണം കുടിച്ചെടുത്താൽ ഞങ്ങൾക്കെന്ത്. ഇനിയും മണ്ണിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. വരട്ടെ. എന്താ ഇവർക്ക് പറ്റിയേ? ഇത്ര നാളും ചേട്ടൻ പറയുന്ന മാത്രം കേട്ടിട്ടിപ്പോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സത്യം അവർ മനസ്സിലാക്കട്ടെ. രഘുപതി ലണ്ടനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവരോട് സംസാരിപ്പിക്കണം. അവരോട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. നാട്ടിലൊരു നല്ല കാര്യം വരുമ്പോ തടയാൻ നോക്കുന്നവനൊക്കെ ചാകുന്നത് തന്നെ നല്ലത്. മുൻനിരയിൽ തന്നെ സൂര്യൻ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. അവൻ എവിടെ പോയടാ? അളിയന്റെ പേരിൽ വഴിപാടുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെയാ പോയത്, ശ്രീശൈലത്തേക്ക്. ഓ, സൂര്യനെ കണ്ടില്ലല്ലോ. അവൻ കമ്മ്യൂണിസ്റ്റ് അല്ലേടാ. കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടാകാറില്ലല്ലോ. ഇപ്പൊ അവർക്ക് ഏറ്റവും വലിയ വിശ്വാസം. വേണ്ട, പോടാ, എന്റെ കൺമുമ്പിന്ന് പൊയ്ക്കോ. നമ്മുടെ ഈ നാട്ടിൽ ഇന്നു മുതൽ ഭൂമിയില്ലാത്തവരുണ്ടാകരുത്. എല്ലാവർക്കും അതുണ്ടാകണം. വരുന്ന പൗർണമി ദിവസം എന്റെ മകളുടെ പിറന്നാൾ ദിവസമാണ്. ആ ദിവസം ഈശ്വരന്മാരെ സാക്ഷി നിർത്തി എന്റെ മകളുടെ കൈകൊണ്ട് നിങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. ഏതെങ്കിലും കാരണത്താൽ അളിയനും കുടുംബത്തിനും വല്ല ഹാനിയും സംഭവിച്ചാൽ സ്വത്തുക്കൾ മുഴുവൻ ട്രസ്റ്റിലേക്ക് ചേരും. ഏത് കേസിന് ചില ഓട്ടകൾ ഉണ്ടാവുമല്ലോ. ശരിക്കൊന്ന് നോക്ക്. ഒരേ ഒരു വഴിയേ ഉള്ളൂ. രഘുപതി സാറിന്റെ അഭാവത്തിൽ അവകാശി അദ്ദേഹത്തിന്റെ മകളാണ്. 18 വയസ്സ് കഴിയുമ്പോൾ അവളുടെ മൈനോറിറ്റി തീരും. അതിനുശേഷം അവളുടെ ഒരേ ഒരു ഒപ്പുകൊണ്ട് ആ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം.
ഇന്നു മുതൽ ഞാൻ മോളുടെ മാമനല്ല, അച്ഛനാ. മോളുടെ അച്ഛൻ. പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായെന്നാണ് എല്ലാവരും ധരിപ്പിച്ചത്. ജലം വീണ് കുതിരേണ്ട മണ്ണിൽ രക്തമാണ് വീണത്. മണ്ണിന് വേണ്ടി പോരാടിയ നിന്റെ അച്ഛൻ ആ മണ്ണിൽ തന്നെ മരിച്ചു വീണു. എല്ലാം ബെല്ലാരി പ്ലാൻ ചെയ്തതുപോലെ നടന്നു. അമ്മ ജീവിച്ചിരിക്കേണ്ട ആവശ്യമാണെന്ന് ബെല്ലാരിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല. ജെയിംസ്, ബെല്ലാരിക്ക് ഫോൺ ചെയ്യടാ. എന്താടി, എന്നെ കണ്ടിട്ട് നിനക്ക് പേടി തോന്നുന്നില്ലടി? നിങ്ങൾ എന്റെ അച്ഛനല്ലെന്നും എന്റെ അച്ഛനെ കൊന്ന രാക്ഷസനാണ് നിങ്ങളെന്നും അറിഞ്ഞപ്പോ പേടി പോയി. ഈ പ്രായം മുതൽ അവളെ വളർത്തിയ ഞാൻ അവളുടെ അച്ഛനല്ലെന്ന് അവൾ എങ്ങനെയാടോ അറിഞ്ഞത്? ശരിക്കും മേജറായ ദിവസം തന്നെ ബെല്ലാരിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാനുള്ള ഐഡിയ ഇവൾക്ക് എങ്ങനെ കിട്ടിവെക്കില്ല? എന്നോട് എന്തിനാ ചോദിക്കുന്നേ? എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ ജെയിംസ് ഫോറസ്റ്റിൽ എന്തെടുക്കുകയായിരുന്നു? നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് അവിടേക്ക് പോയത്? അതേടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ മകൻ അമ്മുവിനെ രക്ഷിക്കാൻ ഫോറസ്റ്റ് പോയത്. യുദ്ധത്തിൽ മരിക്കുന്നതിന് മുമ്പ് വരെ പോരാടുന്നവനാണ് യഥാർത്ഥ സൈനികൻ എന്ന് പറഞ്ഞ് അവന് ധൈര്യം കൊടുത്തു വിട്ടത് ഞാനാടാ. ശരിക്കും ഈ കഥയ്ക്ക് എല്ലാ ചരടും വലിച്ചത് ഞാൻ തന്നെയാണ്. എന്താണ് എങ്ങനെ നോക്കുന്നത്? നിന്നെ പോലുള്ള ദുഷ്ടന്മാർ ചെയ്യുന്ന പാപങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നീ ആലോചിച്ച് നോക്ക്, അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞതെന്ന്. എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിൽ വരണമെങ്കിൽ 13 വർഷം ക്ഷമയോടെ കാത്തിരിക്കും. അവൾ മേജറായ ശേഷം സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയല്ലടാ. അമ്മു നിങ്ങളുടെ നിഴലിൽ അതുവരെ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് പക്വത വന്നപ്പോൾ ഞാൻ അവളെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി. അവളെ സംരക്ഷിക്കാൻ കരുത്തുള്ള ഒരു ആൺതുണ വേണമായിരുന്നു. അതുകൊണ്ടാ കത്തി കണ്ടാൽ ഭയക്കാത്ത, തോക്ക് കണ്ടാൽ വിറയ്ക്കാത്ത, ബോംബിന് മുന്നിൽ പതറാത്ത, എന്തിനേയും നേരിടാൻ കഴിവുള്ള ഒരുത്തനെ അവൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത്. എന്റെ കൂടെ നിന്നിട്ട് എന്റെ ചോറ് കൊണ്ടിട്ട് നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയിടായത്? നിന്നെ കണ്ടു തന്നെയാടാ ഞാനിത് പഠിച്ചത്. കൊല്ലടാ. 1000 പടികളിൽ ദീപം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദീപം അണഞ്ഞാലും ഒന്നും സംഭവിക്കില്ലെന്ന് തെളിയിച്ചവനാടാ എന്റെ മകൻ. ഇനി എന്നെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ വിധി എന്താവും ആലോചിച്ച് നോക്ക്. എന്താടാ ആലോചിക്കുന്നത്? ആ തെണ്ടി ചെറുക്കൻ ഞങ്ങളെയൊക്കെ അങ്ങ് ചീവി കളയുന്നു. തെണ്ടി ചെറുക്കനൊന്നും അല്ലടാ അവൻ. രാജമംഗലം ഓർമ്മയുണ്ടോ? 3ാമത്തെ വാർഡ്, 4ാമത്തെ സ്ട്രീറ്റ്, പഞ്ചായത്ത് ഓഫീസിന് അടുത്തുള്ള സൂര്യനാരായണനെ. സൂര്യനാരായണന്റെ മകൻ തന്നെയാടാ അവൻ. സൂര്യനാരായണന്റെ മകൻ? എന്താടാ അവൻ സൂര്യനാരായണന്റെ മകനോ? എന്താ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങിയോ? ദൈവം എത്ര വലിയവനാണെന്ന് കണ്ടില്ലേ? പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച ആ സൂര്യനാരായണന്റെ മകൻ തന്നെ ഞങ്ങളെ രക്ഷിച്ചു. ഇപ്പോഴവൻ ഇവിടേക്ക് വരുന്നുണ്ടാവും. അല്ല, എന്റെ ഭർത്താവ് വരുന്നുണ്ടാവും. നിരപരാധികളായ ഒരുപാട് പേരെ നിങ്ങൾ കൊന്നൊടുക്കിയല്ലോ. ഞങ്ങളെ 2 പേരെ അനാഥരാക്കി. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ക്രൂരതയ്ക്ക് എണ്ണി എണ്ണി ഓരോന്നിനും നിങ്ങൾക്ക് അവനോട് മറുപടി പറയേണ്ടി വരുവാടാ. മരിച്ച മോനാ. സംസാരിക്കടാ, സംസാരിക്കേ.
ഇവളെ ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ്സുമായിട്ട് അവൻ രാജമംഗലത്ത് വരാൻ പറ. എവിടെ നിന്നാണോ അവൻ രക്ഷപ്പെട്ടു പോയത് അവിടെ തന്നെ അവനെ തീർത്തേക്കാം. ഇല്ലെങ്കിൽ ഇവൾ ഇവിടെ ഇപ്പൊ അവസാനിക്കും. സംസാരിക്കടാ, സംസാരിക്കാൻ. ഹലോ രാജു, ഞാൻ അമ്മൂനെയും കൊണ്ട് രാജമംഗലത്തേക്ക് വരാം. നീ പേപ്പേഴ്സുമായിട്ട് അവിടേക്ക് വാ. അമ്മു ചാവൂന്നുള്ള ഭയം കൊണ്ട് പറഞ്ഞതല്ലടാ, നിങ്ങൾ അവിടെ ചെന്ന് അവന്റെ കൈ കൊണ്ട് ചാവൂന്നുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാ. അതേ നടത്തം, അതേ പൊക്കം, നിന്റെ അച്ഛനെ കാണുന്നത് പോലെ തന്നെയുണ്ട്. അതേ നാട്, അതേ ജനങ്ങൾ. പക്ഷെ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ചരിത്രമാകും. തീക്കിരി ചെറുക്ക, ചരിത്രം എഴുതാനുള്ള പ്രായം ആയില്ലടാ നിനക്ക്. എടോ കിഴവാ, ചരിത്രം എഴുതാൻ പ്രായം ഒരു പ്രശ്നമല്ല. ജനങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. അവരെപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. എന്ത് കണ്ടിട്ടാടാ നീ ഇങ്ങനെ തിളയ്ക്കുന്നത്? എന്ത് കേട്ടാലും തുടല് പൊട്ടിക്കുന്ന ടൈപ്പ് അല്ല ഞാൻ. ഞാൻ പറഞ്ഞ വാക്ക് പ്രകാരം ഇതാ നിങ്ങൾ ചോദിച്ച ഡോക്യുമെന്റ്. അമ്മു എവിടെ? അമ്മു എവിടെയുണ്ടെന്ന് ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം. പക്ഷെ ആരും വാ തുറക്കില്ല. ദേ അങ്ങോട്ട് നോക്ക്. പാവങ്ങൾ. 13 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് മരിച്ചുപോയെന്ന് പറഞ്ഞ നീ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ് ഓടി വന്നതാ ഇവർ. ഞങ്ങൾക്ക് വേണ്ടത് സ്വത്താണ്, അവർക്ക് നിന്നെയും വേണം. നിനക്കോ നിന്റെ അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും വേണം. അതുപോട്ടെ, ബെറ്റിൽ വലിയ കിങ് അല്ലേ നീ? ജയമല്ലാതെ തോൽവി അറിഞ്ഞിട്ടില്ലാത്തവൻ. അതുകൊണ്ടെടാ പയ്യ, നമുക്കൊരു ബെറ്റ് അങ്ങ് വയ്ക്കാം. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ അമ്മു നിനക്ക്, ആ സ്വത്ത് നിനക്ക്. വളർത്തിയ അച്ഛന്റെ ജീവന് വേണ്ടി എന്റെ ജീവൻ പണയം വെച്ചവനാ ഞാൻ. അച്ഛന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എത്ര പേരുടെ ജീവൻ എടുക്കാനും മടിക്കില്ല ഞാൻ. ജീവൻ എടുക്കുകയല്ല, ജീവൻ കൊടുക്കണം. 10 മിനിറ്റിനുള്ളിൽ പോകുന്ന ജീവനെ രക്ഷിക്കാൻ പറ്റുമോ? 10 മിനിറ്റിനുള്ളിൽ ചാകാൻ പോകുന്നത് ആരാണെന്ന് നിനക്കറിയാൻ. ആവേശമൊന്നും വേണ്ട. ഏത് നാടിനു വേണ്ടിയാണോ നിന്റെ വേണ്ടപ്പെട്ടവരെല്ലാം ജീവൻ വെടിഞ്ഞത്, അതേ നാട്ടിൽ തന്നെ നിന്റെ അമ്മ ഉണ്ടടാ. ഈ രാജമംഗലം ദേശത്ത് 1000 പടിവാതിലുകളുണ്ട്. നിന്റെ അമ്മു എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് ചത്തുപോയ നിന്റെ തന്തയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കടാ. ചെല്ലടാ.
അവസാനിക്ക്. ഈ നാടിന്റെ കാണപ്പെട്ട ദൈവങ്ങളായ ഞങ്ങളുടെ തമ്പുരാക്കന്മാരെ ചതിച്ചു കൊന്ന ഒറ്റ എണ്ണത്തിന് ബാക്കി വെച്ചേക്കരുത്. കൊല്ലണ പോലെ